ടെക്സാസിലെ വെള്ളപ്പൊക്കം ഇത്ര വിനാശകരമായിരുന്നത് എന്തുകൊണ്ട്? വെള്ളിയാഴ്ച ജൂലൈ 4 സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്കിടെ ടെക്സാസിൽ അതിശക്തമായ വെള്ളപ്പൊക്കമുണ്ടായി. കുട്ടികളുടെ വേനൽക്കാല ക്യാമ്പിലും മറ്റ് അവധിക്കാല കേന്ദ്രങ്ങളിലും വെള്ളപ്പൊക്കം നാശം വിതച്ചതിനെ തുടർന്ന് ഏകദേശം 104 പേർ മരിച്ചു. നൂറുകണക്കിന് ആളുകളെ കാണാതായി. വരും ദിവസങ്ങളിൽ കൂടുതൽ മഴ പെയ്യുമെന്ന പ്രവചനങ്ങൾക്കിടയിലും ഇപ്പോൾ തെരച്ചിൽ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. പെട്ടെന്നുള്ള ഈ വെള്ളപ്പൊക്കത്തിന് കാരണമെന്ത്? സാധാരണയായി വരണ്ട പ്രദേശത്തേക്ക് ഉയർന്ന വെള്ളത്തിന്റെ വേഗത്തിലുള്ളതും തീവ്രവുമായ ഒഴുക്കാണ് പെട്ടെന്നുള്ള വെള്ളപ്പൊക്കമെന്ന് നാഷണൽ വെതർ സർവീസ് NWS വിശേഷിപ്പിക്കുന്നു. ഒരു അരുവിയുടെ ജലനിരപ്പ് മുൻകൂട്ടി നിശ്ചയിച്ച വെള്ളപ്പൊക്ക നിലവാരത്തേക്കാൾ വേഗത്തിൽ ഉയരുമ്പോഴാണ് ഇത് പ്രധാനമായും സംഭവിക്കുന്നത്. ടെക്സാസിലെ വെള്ളപ്പൊക്കത്തിന്റെ കാര്യത്തിൽ പ്രദേശം വരൾച്ചയുടെ നടുവിലായിരുന്നു. ഇത് സ്ഥിതി കൂടുതൽ വഷളാക്കിയതായി അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു. സാൻ അന്റോണിയോയിലെ ടെക്സാസ് സർവകലാശാലയിലെ ജലശാസ്ത്രജ്ഞയായ ഹാറ്റിംഗ് ഷെരീഫ് ടെക്സാസിലെ ഹിൽ കൺട്രി ഫ്ലാഡ് ഫ്ലഡ് അലെ എന്നറിയപ്പെടുന്ന ഒരു പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് അഭിപ്രായപ്പെട്ടു. ഡാളസിന് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള കുത്തനെയുള്ള കുന്നുകളുടെയും പാറക്കെട്ടുകളുടെയും ഒരു ഭീമാകാരമായ കമാനമായ ബാൽക്കൻസ് എസ്കാർപ്മെന്റിലൂടെയുള്ള ചൂടുള്ള ഗൾഫ് വായുവിന്റെ കയറ്റം വേഗത്തിലുള്ള തണുപ്പിനും തീവ്രമായ മഴയ്ക്കും കാരണമാകുന്നു. ഈ കനത്ത മഴ ആഴം കുറഞ്ഞ മണ്ണിനെ വേഗത്തിൽ കഴുകിക്കളയുകയും താഴെയുള്ള അടിത്തട്ടിലെ പാറക്കെട്ടുകളെ തുറന്നു കാട്ടുകയും ചെയ്യുന്നു. വെള്ളം വളരെ വേഗത്തിൽ ഉയരും, മിനിറ്റുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ എന്ന് ഷെരീഫ് AFPയോട് പറഞ്ഞു. ജൂലൈ 4 പുലർച്ചെ 3 മണിയോടെ ഹണ്ടിലെ ക്യാമ്പ് മിസ്റ്റിന് സമീപത്തുള്ള ഒരു വാട്ടർ ഗേജ് ഗ്വാഡലുപ്പ് നദി ഓരോ 5 മിനിറ്റിലും ഒരടി, അതായത് 30 സെന്റിമീറ്റർ ഉയരുന്നതായി കാണിച്ചു. പുലർച്ചെ 4:30 ആയപ്പോഴേക്ക് നദി 20 അടിയിലധികം ഉയർന്നുവെന്ന് നാഷണൽ വെതർ സർവീസ് ഡേറ്റ കാണിക്കുന്നു. ആളുകളെയും വാഹനങ്ങളെയും എന്തിന് കെട്ടിടങ്ങളെ വരെ ഒഴുകിക്കൊണ്ടുപോകാൻ അത്രയും വെള്ളം ധാരാളമാണ്. പുലർച്ചെ 1 മണിക്ക് തൊട്ടു പിന്നാലെ ഒരു അടിയന്തര നാഷണൽ വെതർ സർവീസ് മുന്നറിയിപ്പ് ലഭിച്ചു. പക്ഷെ മിക്ക ക്യാമ്പർമാരും ഉറങ്ങുകയായിരുന്നു. ഫോണുകൾ അവിടെ നിരോധിച്ചിരുന്നു. കവറേജ് കുറവുമാണ്. ഇരുട്ട് കാരണം രക്ഷപ്പെടാനുള്ള വഴികൾ നിർണ്ണയിക്കാൻ പ്രയാസവുമായിരുന്നു. ഈ പ്രദേശത്തിന്റെ പ്രകൃതി സൗന്ദര്യം കാരണം വളരെ കാലമായി വേനൽക്കാല ക്യാമ്പുകൾ ഇവിടെയുണ്ട്. എന്നാൽ വർദ്ധിച്ചു വരുന്ന അപകട സാധ്യതകൾ കണക്കിലെടുത്ത് ഈ സ്ഥലങ്ങളെ സുരക്ഷിതമോ സ്ഥിരമോ ആയ കാലാവസ്ഥയായി കണക്കാക്കുന്നത് ബുദ്ധിശൂന്യമാണെന്ന് ഷെരീഫ് മുന്നറിയിപ്പ് നൽകുന്നു. ഈ വെള്ളപ്പൊക്കത്തിന് കാരണം കാലാവസ്ഥാ വ്യതിയാനമാണോ? വെള്ളപ്പൊക്കത്തിന് ശേഷമുള്ള ചർച്ചകളിൽ കാലാവസ്ഥാ വ്യതിയാനം വീണ്ടും ഉയർന്നു വന്നിട്ടുണ്ട്. ക്ലൈമമീറ്ററിന്റെ പുതിയ വിശകലനം അനുസരിച്ച് വെള്ളപ്പൊക്കത്തിന് മുമ്പുള്ള തീവ്രമായ കാലാവസ്ഥാ സാഹചര്യങ്ങൾ ഒരു ദിവസം കൊണ്ട് സാധാരണ പ്രതിമാസ മഴയുടെ ഇരട്ടിയിലധികം മഴ പെയ്ച്ചു. അസ്വാഭാവിക കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് അപ്പുറമുള്ളൊരു കാരണമുണ്ടോ? കാലാവസ്ഥാ വ്യതിയാനം എങ്ങനെയാണ് തീവ്ര കാലാവസ്ഥാ സംഭവങ്ങളുടെ ആവൃത്തിയെയും തീവ്രതയും സ്വാധീനിക്കുന്നത് എന്ന് വിലയിരുത്തുന്നതിനായി വികസിപ്പിച്ചെടുത്ത ഒരു റിയൽ ടൈം പ്ലാറ്റ്ഫോമാണ് ക്ലൈമമീറ്റർ. ഉഷ്ണതരംഗങ്ങൾ, തണുപ്പ്, കനത്ത മഴ, കാറ്റ്, കൊടുങ്കാറ്റുകൾ തുടങ്ങിയ തീവ്ര കാലാവസ്ഥാ സംഭവങ്ങളെക്കുറിച്ചുള്ള ദ്രുതവും ശാസ്ത്രാധിഷ്ഠിതവുമായ വിലയിരുത്തലുകളും കാലാവസ്ഥാ വ്യതിയാനവുമായുള്ള അവയുടെ ബന്ധവും ഇത് നൽകുന്നു. വേഗത്തിലുള്ള ഫലങ്ങൾ നൽകുന്നതിന് ക്ലൈമമീറ്റർ ചരിത്രപരമായ കാലാവസ്ഥാ ഡേറ്റ, മെഷീൻ ലേണിംഗ്, തത്സമയ നിരീക്ഷണങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നു. ഇത് ആവശ്യമായ തീരുമാനമെടുക്കൽ പ്രാപ്തമാക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം നമ്മെ ഇതിനകം ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിനാൽ നമ്മൾ പൊരുത്തപ്പെടേണ്ടതുണ്ട്. യൂറോപ്യൻ യൂണിയനും ഫ്രഞ്ച് നാഷണൽ സെന്റർ ഫോർ സയന്റിഫിക് റിസർച്ചും ധനസഹായം നൽകുന്ന ഗവേഷണത്തിന്റെ സഹരചയിതാവായ ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ കാലാവസ്ഥാ ശാസ്ത്രജ്ഞയായ മിറിയ ഗിനസ്റ്റ പറഞ്ഞു. വാതകങ്ങളും വികിരണങ്ങളും നമ്മൾ കുറയ്ക്കേണ്ടതുണ്ട്. കൂടാതെ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള പ്രവചന സേവനങ്ങൾക്കും പൊതുവെ ഗവേഷണത്തിനും ശരിയായ ധനസഹായം നൽകുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണത്തിന് കീഴിൽ മറ്റ് ഏജൻസികളിലെ പോലെ നാഷണൽ വെതർ സർവീസിലെയും ജീവനക്കാരുടെ എണ്ണം ഗണ്യമായ കുറച്ച സാഹചര്യത്തിലാണ് ഈ ആഹ്വാനം വരുന്നത്. എന്നിരുന്നാലും നാഷണൽ വെതർ സർവീസ് പ്രവാചകർ ഈ സാഹചര്യങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതായി വിദഗ്ധർ ഊന്നി പറയുന്നു. യഥാർത്ഥ പരാജയം ഒരു മോശം കാലാവസ്ഥാ പ്രവചനമല്ല, മറിച്ച് നിർണായകമായ അവസാന ഘട്ടത്തിൽ കാലാവസ്ഥാ സാഹചര്യങ്ങൾ മൂലമുണ്ടാകുന്ന സാധ്യതയുള്ള തടസ്സങ്ങളെക്കുറിച്ചും അപകടങ്ങളെക്കുറിച്ചും പ്രവചിക്കുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നതിൽ വന്ന വീഴ്ചയാണെന്ന് ചിലർ പറയുന്നു. അവിടെ മുന്നറിയിപ്പ് സംവിധാനം നിലവിലുണ്ടായിരുന്നു.
USA ടുഡേ പ്രകാരം പുലർച്ചെ 1 മണിക്കും 4 മണിക്കും ശേഷം നാഷണൽ വെതർ സർവീസ് വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകൾ നൽകി. എന്നാൽ നദിക്കടുത്തുള്ള മിക്ക ആളുകളും ഉറങ്ങുകയായിരുന്നു എന്നതിനാൽ അവർക്കത് പൂർണ്ണമായും നഷ്ടമായി. അതായത് മുന്നറിയിപ്പുകൾ. ജൂലൈ 3 കാലാവസ്ഥാ ഏജൻസി ഒരു വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിന് നേരിയ അപകട സാധ്യത ഉണ്ടെന്ന് പ്രസ്താവിച്ചു. എന്നാൽ ജൂലൈ 4 പുലർച്ചെ സംഭവിച്ചതുപോലെ വിനാശകരമായ വെള്ളപ്പൊക്കത്തെ സൂചിപ്പിക്കുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് റിപ്പോർട്ട് പറയുന്നു. വർഷങ്ങളായി ക്യാമ്പുകൾ സ്ഥിതി ചെയ്യുന്ന കെർ കൗണ്ടിയിലെ കമ്മീഷണർമാർ വേനൽക്കാല ക്യാമ്പ് ജീവനക്കാർ റേഡിയോയിൽ വന്ന് ക്യാമ്പുകാർക്ക് മുന്നറിയിപ്പ് നൽകുന്ന അനൗപചാരിക രീതിക്ക് പകരമായി വെള്ളപ്പൊക്ക സൈറനുകളും ഡിജിറ്റൽ അലർട്ടുകളും ഉപയോഗിച്ചിരുന്നു. 2016 ഒരു മീറ്റിംഗിലെ മിനിറ്റ്സിൽ ഒരു സാധ്യതാ പഠനത്തെ പോലും അല്പം അതിര് കടന്നതാണെന്ന് ഉദ്യോഗസ്ഥർ മുദ്രകുത്തുന്നു. സൈറനുകൾ പ്രധാനമായും വിനോദസഞ്ചാരികളെ സഹായിക്കുമെന്ന് നിർദ്ദേശിക്കുന്നു. എന്നാൽ നമ്മുടെ മനോഹരമായ കെർ കൗണ്ടിയിൽ അർദ്ധരാത്രിയിലെ ഈ മോശം സൈറനുകൾ മുഴങ്ങുന്നത് ചിന്തിക്കുമ്പോൾ നിങ്ങളെല്ലാം സഹിക്കാൻ ഞാൻ വീണ്ടും മദ്യപിക്കാൻ തുടങ്ങേണ്ടി വരും, കമ്മീഷണർ എച്ച്. എ. ബാസ്റ്റർ ബാൾഡീൻ ഒരു ട്രാൻസ്ക്രിപ്റ്റിൽ പറഞ്ഞു. 2021 മീറ്റിംഗുകളിൽ താമസക്കാർ ബൈഡൻ ഭരണകൂടവുമായി ബന്ധപ്പെട്ട ഫെഡറൽ ഫണ്ടുകളെ ആശ്രയിക്കുന്നതിനെതിരെ കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ഈ ദുരന്തത്തിന് ശേഷം തൻ്റെ പെൺമക്കളെ ക്യാമ്പ് മിസ്റ്റിക്കിലേക്ക് അയക്കാൻ പോകുന്ന സാൻ ആന്റോണിയോയിൽ നിന്നുള്ള ഒരു അമ്മ നിക്കോൾ വിൽസൺ ഗവർണർ ഗ്രെഗ് ആബട്ടിനോട് ഒരു ആധുനിക മുന്നറിയിപ്പ് ശൃംഖല അംഗീകരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് change.org ഒരു നിവേദനം നൽകി. ആ സൈറൻ മുഴങ്ങുന്നതിൻ്റെ 5 മിനിറ്റ് മാത്രം മതിയായിരുന്നു ആ കുട്ടികളിൽ ഓരോരുത്തരെയും രക്ഷിക്കാനെന്നാണ് അവർ പറയുന്നത്.